ഹലോ മക്കൾസ്, വെൽക്കം ടു സൈലം ലേണിംഗ് ആപ്പ്. ഇത് നിങ്ങളുടെ സ്വന്തം ഫാസിൽ അറക്കൽ. ഓക്കെ, വെറും ഫാസിൽ അറക്കലല്ല, ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. അതെ, ഇതാണ് ഞാൻ, ഈ ബഹുമാനപ്പെട്ട എന്ന് പറയപ്പെടുന്ന ഞാൻ. ഓക്കെ, ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും ഇതാണ് എൻ്റെ കുട്ടി. ഓക്കെ, ഞങ്ങൾ കല്യാണം കഴിച്ച കുട്ടിയാണ് ഇത്. ഓക്കെ, നല്ലൊരു സുന്ദരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിച്ചു. സ്വാഭാവികമായിട്ടും ഞങ്ങൾ സെക്ഷൽ കോൺടാക്റ്റിൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അങ്ങനെ എൻ്റെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്താവാൻ ചാൻസ് ഉണ്ട്? ഗർഭിണിയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവൾ ഗർഭിണിയായി എന്ന് വിചാരിക്കും. അങ്ങനെ ഗർഭിണിയായി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവളുടെ ബോഡിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ അവളുടെ ബോഡിന്റെ വയറ്റിന്റെ അകത്തുള്ള ഞങ്ങളുടെ കുട്ടിക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ ഫീച്ചേഴ്സ് ആൻഡ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് ഗർഭാവസ്ഥയിൽ ഗർഭിണിക്കും ആ ഗർഭിണിയുടെ വയറ്റിനകത്ത് കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ, ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം എത്ര മാസം ഗർഭം ധരിക്കും? 9 മാസവും അതുപോലെ തന്നെ 10 ദിവസവും. 9 months and 10 days. 9 മാസവും 10 ദിവസവുമാണ് ഒരു പെണ്ണ് എന്ത് ചെയ്യുക? ഗർഭം ധരിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. നോർമലി 9 മാസവും 10 ദിവസവും. ഈ 9 മാസത്തിന് നമ്മൾക്ക് എന്ത് ചെയ്യാന്നറിയോ? 3 കാറ്റഗറൈസ് ചെയ്യാം. എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? 3 കാറ്റഗറൈസ് ചെയ്യാം. ഇതാ കേട്ടോളൂ സുഹൃത്തുക്കളെ. അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസത്തിന് ഫസ്റ്റ് ട്രൈമസ്റ്റർ, രണ്ടാമത്തെ 3 മാസത്തിന് സെക്കൻഡ് ട്രൈമസ്റ്റർ, മൂന്നാമത്തെ 3 മാസത്തിന് തേർഡ് ട്രൈമസ്റ്റർ. അതായത് ആദ്യത്തെ 3 മാസം ഒന്നാം ത്രൈമാസം. ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ ത്രൈ എന്ന് പറയാം. ഓക്കെ, അപ്പൊ രണ്ടാം ത്രൈമാസം, മൂന്നാം ത്രൈമാസം. ഇങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ ഇനി കേട്ടോ കേട്ടോ, എന്റെ കുട്ടി, അതായത് എൻ്റെ വൈഫിന്റെ വയറ്റിനകത്തുള്ള കുട്ടി. ഓക്കെ, അപ്പൊ എൻ്റെ വൈഫിന്റെ വയറ്റിനകത്തുള്ള കുട്ടിക്ക് ആദ്യത്തെ 3 മാസം എന്തെല്ലാം സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കുട്ടിന്റെ ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഹേർട്ട് ബീറ്റ് ബിഗിൻസ് ചെയ്യും. ഹേർട്ട് ബീറ്റ് ബിഗിൻസ്, ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മാത്രല്ല ഫോർമേഷൻ ഓഫ് ലിംസ്, കൈകാലുകൾ വരും. ഞങ്ങളെ കുട്ടിക്ക് കൈയും കാലും വരും. കൈയും കാലും മാത്രല്ല, അതിന് വിരലുകളും വരും. ഫോർമേഷൻ ഓഫ് ലിംസ്, ഫിംഗേഴ്സ് ആൻഡ് ടോസ്, കൈകാലുകളും വിരലുകളും രൂപപ്പെടും. കൊള്ളാലോ കളി. മാത്രല്ല സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കുട്ടീന്റെ സെക്ഷൽ ഓർഗൻ ഡെവലപ്പ് ചെയ്യും. സെക്ഷൽ ഓർഗൻ ഡെവലപ്പ് ചെയ്യും, സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഞങ്ങളുടെ കുട്ടീന്റെ സെക്ഷൽ ഓർഗൻസ് ആദ്യത്തെ 3 മാസത്തിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ഞങ്ങളുടെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളത് ആദ്യത്തെ 3 മാസം തന്നെ എന്തായിട്ടുണ്ടാവും? തീരുമാനമായിട്ടുണ്ടാവും. ഓക്കെ, അത് ഭയങ്കര സംഭവമാണ്. ഓക്കെ, സെക്സ് ഓർഗൻസ് മാത്രമല്ല സുഹൃത്തുക്കളെ, ഓർഗൻ സിസ്റ്റംസും ഫോം ചെയ്യും. എന്താണ്? അവയവ വ്യവസ്ഥകളും രൂപപ്പെടും. അപ്പൊ ആദ്യത്തെ 3 മാസം ഹൃദയമിടിപ്പ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ കൈകാലുകളും വിരലുകളും വരും. പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തെ 3 മാസം, അതായത് 4 മുതൽ 6 മാസം വരെ ഞങ്ങളുടെ കുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കുട്ടിന്റെ ബോഡിയിൽ ഹെയർസ്, രോമങ്ങൾ ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ തലയിൽ മുടിയൊക്കെ വരും. അടിപൊളി. ഗ്രോത്ത് ഓഫ് ഹെയർസ് ഓൺ ഹെഡ് ആൻഡ് ബോഡി, ബോഡിയിലും തലയിലൊക്കെ എന്തുണ്ടാവും? രോമങ്ങളും മുടികളൊക്കെ വരും. പിന്നെ മാത്രല്ല മൂവ്മെന്റ് ഓഫ് ഫീച്ചേഴ്സ്, കുട്ടിക്ക് എന്ത് സംഭവിക്കും? ചലനം സംഭവിക്കും. ഗർഭസ്ഥ ശിശുവിന് ചലനം സംഭവിക്കും. 5-ാമത്തെ 6-ാമത്തെ ഒക്കെ മാസമായി കഴിഞ്ഞാൽ ഈ കുട്ടി പിന്നെ ആ ഒരു യൂട്രസിന്റെ ഉള്ളിന്റെ അകത്തുനിന്ന്, ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും? ചാടി കളിക്കാൻ തുടങ്ങും. ചലനം സംഭവിക്കും. കൈകാലുകൾ ഉണ്ടായില്ലേ തൊട്ട് മുമ്പത്തെ 3 മാസത്തിലെ? അപ്പൊ ഇനി എന്ത് ചെയ്യാ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി കളിച്ചൂടെ? അപ്പൊ മൂവ്മെന്റ് ഓഫ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ ചലനം സംഭവിക്കും. മാത്രല്ല സുഹൃത്തുക്കളെ, കൺപോളകൾ തുറക്കും. അതുവരെ കണ്ണടച്ചിരിക്കുകയാണ് ആളെ. ബോസ് കണ്ണടച്ചങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നവരോ, ഞങ്ങളുടെ കുട്ടി ഐലിഡ്സ് ഓപ്പൺ ചെയ്യും, കൺപോളകൾ തുറക്കും. കൺപോളകൾ തുറന്നിട്ട് പിന്നെ ഈ കൺപീലികളും രൂപപ്പെടും. ഐലാഷസ് ആർ ഫോമഡ്, അല്ലെങ്കിൽ കൺപീലികൾ രൂപപ്പെടും. ഇനി ലാസ്റ്റത്തെ 3 മന്ത്, അതായത് 7-ാം മാസം മുതൽ ഒരു 9-ാം മാസം വരെയുള്ള അവസാനത്തെ 3 മന്ത്, ഈ 3 മന്തിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലങ്സ് അറ്റൈൻ കംപ്ലീറ്റ് ഗ്രോത്ത്, അല്ലെങ്കിൽ ശ്വാസകോശം പൂർണ്ണ വളർച്ചയിലെത്തും. അതായത് ശ്വാസകോശം കംപ്ലീറ്റ് ആയിട്ട് വളരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ചില കുട്ടികൾ 8-ാം മാസത്തിലൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാസം തെറ്റി പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടീൻ്റെ ആ ഒരു ശ്വാസകോശം കംപ്ലീറ്റ് ആയിട്ട് വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാവും, റെസ്പിറേഷനിൽ ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിൽ സത്യമാണ്, തള്ളല്ല, എൻ്റെ നാട്ടിൽ ഞങ്ങളൊരു അയൽവാസിക്ക് ഇതേപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആ കുട്ടീനെ ICUലൊക്കെ കിടത്തിയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ കുട്ടി മാസം തെറ്റിയാണ് പ്രസവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം ഈ ഒരു കേസിലുണ്ട്. പോട്ടെ, അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അത് ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ്. പിന്നെ മാത്രമല്ല, ഈ കുട്ടിന്റെ സൈസ് കൂടുന്നത് അവസാനത്തെ 3 മാസത്തിലാണ്. അതായത് ദ ബോഡി സൈസ് ഇൻക്രീസസ്.
ശരീരത്തിന്റെ ഭാരവും അതേപോലെ തന്നെ ശരീരത്തിന്റെ വലുപ്പവും കൂടും, ബോഡിന്റെ സൈസും കൂടും, ബോഡിന്റെ വെയിറ്റ് ഒക്കെ കൂടും. അതായത് കുട്ടി അത്യാവശ്യം വെയിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കുട്ടപ്പനായിട്ട് മാറും. കാരണം 9 മാസമായി, ഇനി കുട്ടി പുറത്തേക്ക് വരാൻ നിൽക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, കുട്ടി ഒന്ന് അടിപൊളിയായിട്ട് ഗുമ്മായിട്ട് മാറും എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഞാൻ കേട്ടോ, ഇതാണ് കുട്ടിന്റെ ബോഡിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം. എന്നാൽ കുട്ടിന്റെ ബോഡിയിൽ മാത്രമാണോ, അമ്മന്റെ ബോഡിയിലും കുറെ മാറ്റങ്ങൾ ഉണ്ടാവില്ലേ? അതായത് ഈ ഗർഭിണിയായിട്ടുള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള ഈ ലേഡിന്റെ ബോഡിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, സ്വാഭാവികം അല്ലെ? അപ്പൊ അതെന്തൊക്കെ മാറ്റങ്ങളാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എന്റെ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആയി, എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി, ഫാസിൽ അറക്കൽ ബഹുമാനപ്പെട്ട ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ പെണ്ണുങ്ങൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അതും നമ്മൾ പഠിച്ചു വെക്കണം. എന്താ പിടിച്ചോളി, അവളുടെ ബോഡി വെയിറ്റും കൂടും, ശരീരഭാരം വർദ്ധിക്കും, ഗെയിൻസ് ഓഫ് ബോഡി വെയിറ്റ്. എന്റെ പെണ്ണുങ്ങളുടെ ബോഡി വെയിറ്റും കൂടുതലടാ, കാരണം കുട്ടിയില്ലേ, അപ്പൊ പിന്നെ കുട്ടിന്റെ വെയിറ്റും കൂടി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഓക്കെ, പിന്നെ മാത്രമല്ല ദ തിക്നെസ് ഓഫ് ഇന്നർ ലൈനിങ് ഓഫ് യൂട്രസ് ഇൻക്രീസസ്, ഗർഭാശയ ഭിത്തിയുടെ കനം കൂടും. അതുവരെ അവളുടെ ഗർഭാശയ ഭിത്തിക്ക് യൂട്രസിന്റെ ഇന്നർ ലൈനിങ്ങിന് വലിയ കട്ടിയൊന്നുമില്ല, കാരണം കുട്ടിയൊന്നും അതിന്റെ ഉള്ളിലില്ല. പക്ഷെ ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, അപ്പൊ അതിന് അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ടാകും. അയ്യവ, കൊള്ളാം, അടിപൊളി. എന്നാ കേട്ടോളി. പിന്നെ മാത്രമല്ല മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും, ആർത്തവം നിൽക്കും. ആർത്തവം വെറുതെ നിൽക്കല്ല, താൽക്കാലികമായി നിൽക്കും. ഈ വാക്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ടെമ്പററിലി, ഞാനിത് അണ്ടർലൈൻ ചെയ്യുന്നു ഈ വാക്ക്. ഓക്കെ, താൽക്കാലികമായിട്ടാണ് മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. പരീക്ഷയ്ക്ക് നിങ്ങൾ മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടൂല. കാരണം മെൻസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യൊന്നുമില്ല, മെൻസ്ട്രേഷൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യും. പ്രസവിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എഴുതി വെക്കണം, താൽക്കാലികമായിട്ട് എന്ത് നിൽക്കും, മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ആർത്തവം നിൽക്കും. ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, എന്റെ പെണ്ണുകൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എന്റെ പെണ്ണുങ്ങൾക്ക് പിന്നെ എന്തുണ്ടാവില്ല, ഒരു 10-12 മാസം മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. പിന്നെ അവൾ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അല്ലെങ്കിൽ ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി, വൈകാരിക അസന്തുലിതാവസ്ഥ, ആങ്സൈറ്റി, ഉത്കണ്ഠ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്. ഇനി ഇത് കൂടാതെ ടെക്സ്റ്റ് ബുക്കിലാകെ 3 പോയിന്റേ പറഞ്ഞുള്ളൂ. ഇത് കൂടാതെ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും, ഹൃദയമിടിപ്പ് കൂടും. അതുപോലെ തന്നെ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ എമൗണ്ട് കൂടും. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്കിടയ്ക്ക് മലബന്ധം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ബ്രസ്റ്റ് ഗ്ലാൻഡ്, സ്തനഗ്രന്ഥി വലുതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിപ്പിള് ഡാർക്ക് ആവും, മുലക്കണ്ണ് ഡാർക്ക് ആവും. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ. തൽക്കാലം ഒരു 3-2 മാറ്റങ്ങൾ പഠിച്ചു വെക്കാം, പരീക്ഷയ്ക്ക് അതേ ചോദിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് സെറ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കടാ, പിന്നെ ഇതിന്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യടാ. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, കാരണം അവരും കൂടി പഠിക്കട്ടെ. ഷെയർ ചെയ്യുക, പുണ്യം നേടുക. സോ വീണ്ടും കാണാം. വിധി ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ അറക്കൽ. ഓക്കെ, ഗുഡ് ബൈ.